ഇന്ന് നമ്മളൊരു സൂപ്പർ സാമ്പാറാണ് ആക്കുന്നത്. അതിനായി 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. 3 തക്കാളി ഏകദേശം ഒരു ചതുര രൂപത്തിൽ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2 ചെറിയ പീസ് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു സവോളയെ എടുക്കുന്നുള്ളൂ. കാരണം ലാസ്റ്റ് കടുക് പൊട്ടിക്കുമ്പോൾ കടുകിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സവോളയെ എടുക്കുന്നുള്ളൂ. തേങ്ങയൊന്നും വറുത്തരയ്ക്കുന്നില്ല. അതുകൊണ്ട് എളുപ്പം നമുക്ക് ഈ സാമ്പാറാക്കി എടുക്കാം. 3 കോവയ്ക്ക. ഒരുപാടൊന്നും ആ സാമ്പാറാക്കുന്നില്ല. അതുകൊണ്ട് എല്ലാം കുറച്ച് കുറച്ച് എടുക്കുന്നുള്ളൂ. 2 ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വഴുതനങ്ങ. ഒരു വഴുതനങ്ങയുടെ 3/4 ഭാഗത്തോളം എടുത്തിട്ടുള്ളൂ. പിന്നെ ക്യാരറ്റും ചെറിയൊരു കഷ്ണം. ഒരു ക്യാരറ്റ് മുഴുവൻ എടുത്തിട്ടില്ല. കാരണം ക്യാരറ്റ് കൂടുതലിടുമ്പോൾ സാമ്പാറിന് ഒരു മധുരം പോലെ വരും. അതുകൊണ്ട്. പിന്നെ 3-4 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ പയർ. ഇനി ഒരു 2 മുളക്. കാരണം സാമ്പാർ പൊടിയും മുളക് പൊടിയും അല്ലാതെ ഇടുന്നുണ്ടല്ലോ. അതുകൊണ്ട് 2 മുളകേ എടുത്തിട്ടുള്ളൂ. പിന്നെ 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിഞ്ഞിടാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് കഷ്ണങ്ങൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പരിപ്പ്, പിന്നെ സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ പുളി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കടുക്, ഉലുവ, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കടുക് പൊട്ടിക്കുന്ന കൂടെ ഇട്ട് വഴറ്റിയെടുക്കാനാണ്. പിന്നെ കറിവേപ്പില. അപ്പോൾ നമ്മൾ കുക്കറിൽ പരിപ്പും കഷ്ണങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. പരിപ്പ് കഷ്ണത്തിൻ്റെ അടിയിലായിപ്പോയി. അപ്പോൾ നമുക്ക് ഒരു ചീൻചട്ടി വെച്ച് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കുക്കറിൽ ഒരു 2 വിസിൽ മതിയായിരിക്കും. അപ്പോൾ കുക്കറിൽ പരിപ്പും കഷ്ണങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും മൂപ്പിച്ചതും കൂടെ ഇട്ടിട്ട് വേണം കഷ്ണം വേവാൻ വെക്കാൻ. അപ്പോൾ നമുക്കിത് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും. ഇനി ഇത് നമുക്ക് കുക്കറിൽ കഷ്ണങ്ങളുടെ കൂടെ ഇട്ട് കൊടുക്കാം. പരിപ്പ് കഷ്ണങ്ങളുടെ അടിയിലായിപ്പോയി. പരിപ്പും കഷ്ണങ്ങളും ഒന്നിച്ചിട്ടാണ് 2 വിസിലടുപ്പിക്കേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കൊരു 2 വിസിൽ വരാൻ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് നമുക്ക് കടുകൊക്കെ പൊട്ടിച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ മൂപ്പിച്ചെടുക്കാം. നമ്മൾ സാമ്പാർ പൊടി ഈ കടുക് പൊടിക്കുന്നതിൻ്റെ കൂടെയാണ് സാമ്പാർ പൊടി ഇതിൻ്റെ കൂടെ ഇട്ട് മൂപ്പിച്ചിട്ടാണ് സാമ്പാറിലേക്ക് ഇടുന്നത്. നമുക്കൊരൽപ്പം ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഒരൽപ്പം കറിവേപ്പില, പിന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് മൂപ്പിച്ചെടുക്കണം. കുറച്ചുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പും കൂടി ഒന്ന് ചുവന്നിലേക്ക് മൂത്ത് വരാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. സാമ്പാർ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പുളി കുതിർത്ത് വെച്ചത് അത് പിഴിഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കഷ്ണങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഇതിലേക്കോ ഒഴിച്ച് പുളി നമുക്ക് കഷ്ണങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി. ഞാൻ ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് പുളി ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് വെന്തിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ടൈമിൽ ആവശ്യത്തിന് വെള്ളം കുറവാണെങ്കിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. ആവശ്യത്തിന് കായം ചേർക്കാം. ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.